സാർ, 1/4 നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ വീണ്ടും BJP അധികാരത്തിലെത്തുന്നു. അപ്പോൾ രേഖാ ഗുപ്തയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ BJP വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്നു. തുടർച്ചയായിട്ട് ഡൽഹിക്ക് കിട്ടുന്ന 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. തുടർച്ചയല്ലായിരിക്കാം, ചെറിയ ഗ്യാപ്പുണ്ട്. പക്ഷേ ഡൽഹിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്നത്. ശരിക്കും BJP ഞെട്ടിച്ചുകൊണ്ടല്ലേ ഈ ഒരു സ്ഥാനപ്രഖ്യാപനം നടത്തിയത്? ഇത് പലരുടെയും പ്രതീക്ഷയും കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചൊരു സംഭവമാണ്. എന്തായാലും രേഖ ഗുപ്ത ഇപ്പോൾ 50 years ഓൾഡ് ഒരു ലേഡിയാണ്. ഇപ്പോൾ 4ാമത്തെ വനിതാ ചീഫ് മിനിസ്റ്ററാണ്. ഇതിനു മുമ്പ് സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മാർലെന, അതായത് മാർക്സും ലെനിനും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു പേരാണ്, പറയാൻ അല്പം പ്രയാസം, മാർലെന. അപ്പോൾ ഇവരൊക്കെ അവിടുത്തെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ആ മാർഗത്തിലേക്ക് ഇവരും വന്നിരിക്കുകയാണ്. അപ്പോൾ ചിലർക്കൊരു കാഴ്ചപ്പാട് തോന്നണ എന്താ, നമ്മൾ ചിലപ്പോൾ പറയില്ലേ, തൂണും ചാരിയെന്നവൻ പെണ്ണിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ തൂണും ചാരിയെന്ന പെണ്ണ് മുഖ്യമന്ത്രി കസേര കൊണ്ടുപോയ പോലെ ചുരുക്കം ചിലർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും കെജ്രിവാൾ മത്സരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ കെജ്രിവാളിനെതിരെ ആരെ നിർത്തും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അത്രയും അതിന് പറ്റിയൊരു സ്ട്രോങ് കാൻഡിഡേറ്റ് BJP-യിൽ ഇല്ല എന്നൊരു ചിന്താഗതി അവിടെ ഉണ്ടായിരുന്നു. BJP-യിൽ എല്ലാവരും ഒരേപോലെയൊക്കെയുള്ള ആൾക്കാർ, അങ്ങനെ ഒരു സൂപ്പർ ലെവലിലുള്ള ആൾക്കാരില്ല എന്നുള്ളൊരു ഭയപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കെജ്രിവാളിന് എതിരെ മത്സരിക്കാനായിട്ട് കൊണ്ടുവന്നത് സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയാണ്. അദ്ദേഹം ഈ കെജ്രിവാളിനെതിരെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനാണ്, ഹീസ് ദി ബെസ്റ്റ് കാൻഡിഡേറ്റിന് അതിലൊരു ധ്വനിയുണ്ട്. അപ്പോൾ അദ്ദേഹം ആകും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം 2014 മുതൽ മത്സരിക്കുന്നുണ്ട്. അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കൊക്കെ മത്സരിക്കുന്നുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അൺബ്ലമിഷ്ഡാണ്. ഒന്നിലും പരാജയപ്പെടാതെ 100% വിക്ടറി അവകാശപ്പെടാവുന്ന ഒരാളാണ്. പിന്നെ 2019 പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം ഇതുവരെ ഡൽഹിയിൽ ഒരാൾക്കും കിട്ടാത്ത ഭൂരിപക്ഷമാണ്. 5,78,486 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പലരും വിചാരിച്ചിരുന്നത് ഇദ്ദേഹം തന്നെ മിക്കവാറും ചീഫ് മിനിസ്റ്റർ ആകുമെന്നാണ്. പക്ഷേ BJP എല്ലാവരുടെയും കണക്കൂട്ടിൽ തെറ്റിച്ചു, അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയില്ല. മാത്രമല്ല, ഈ രേഖാ ഗുപ്തയുടെ പേര് നിർദ്ദേശിച്ചത് ഈ പറയുന്ന പർവേഷ് സാഹിബ് സിംഗ് വർമ്മയാണ്. അദ്ദേഹം തന്നെ ഇവരുടെ പേര് നിർദ്ദേശിച്ചു. സാധാരണ ഈ വക സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിയൊക്കെ ഉണ്ടാവും. പക്ഷേ BJP-യുടെ ആ പാർട്ടിയുടെ ഒരു ശക്തിയാണ് കാണിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനത്തിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി മീറ്റിങ്ങിൽ സെൻട്രൽ ഒബ്സർവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. രവിശങ്കർ പ്രസാദ് ആൻഡ് ഓം പ്രകാശ് ധൻകർ അവരെല്ലാവരും കൂടിയാണ് ഈ തീരുമാനം എടുത്തത്. ഇപ്പോൾ February 20 ഇന്ന് അവിടെ ഡൽഹിയിൽ ലഫ്റ്റനൻറ്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അദ്ദേഹമായിരിക്കും ഓത്ത് ഓഫ് ഓഫീസ് ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് മോഡി ഉണ്ടായിരിക്കും. മോഡിയുടെ കൂടെ NDAയുടെ എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും കാണപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാംലീല മൈതാനിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അങ്ങനെ അവർ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായിട്ട് മാറിയിരിക്കുന്ന 27 കൊല്ലത്തെ ഒരു ജിങ്സ് എന്ന് പറയുന്നത് മാറ്റി BJP അധികാരത്തിൽ വന്നിരിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ BJP മഹിളാ മോർച്ചയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റായിരുന്നു. പിന്നെ ഇലക്ഷനിൽ ഇവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ അത്ര സുഖമല്ല. കാരണം ആദ്യമായിട്ടാണ് MLA ആവുന്നത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം മത്സരിച്ചപ്പോൾ തോറ്റു. പിന്നെ ഒരു പ്രാവശ്യം ഡൽഹി മേയറായിട്ട് മത്സരിച്ചപ്പോഴും തോറ്റായിരുന്നു. പക്ഷെ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ AAP ഒരു സ്റ്റേജിൽ വളരെ സ്ട്രോങ് ആയിരുന്നല്ലോ, വേറെ ആരെയും അടുപ്പിക്കാത്തൊരു കണ്ടീഷനായിരുന്നു. പക്ഷേ ഡൽഹിയിൽ ആ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ പല പ്രാവശ്യം അവർ വിജയിച്ചിരുന്നു. നോർത്ത് പീതാംപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് അവർ മത്സരിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ അവർ അങ്ങനെ ചീഫ് മിനിസ്റ്ററായിട്ട് മാറിയിരിക്കുന്നു. അവർ പോപ്പുലർ ആകാനുള്ള കാരണം പ്രധാനമായിട്ട് മധ്യപ്രദേശിൽ ലാഡ്ലി ബഹൻ യോജന എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം BJP നടത്തിയിരുന്നു. അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് മുഴുവനും ചെയ്തിരുന്നത് ഇവരാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം ജയിച്ചിരിക്കുന്നത് ഷാലിമാർ ബാഗ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇതിനു മുമ്പ് അവർ ചെയ്തിരിക്കുന്ന പ്രധാന കാര്യം ഈ ലാഡ്ലി ബഹൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ എലിജിബിൾ വിമൻ വിൽ ബി ഗെറ്റിംഗ് 2,500 rupees. അതായത് കെജ്രിവാളിൻ്റെ ആയുധം എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കുകയാണ്. കെജ്രിവാൾ ഒരുപാട് ഫ്രീ ബീസ് കൊടുക്കുമായിരുന്നു, അതേപോലെ തന്നെ ഇവരും ചെയ്യുകയാണ്. മാത്രമല്ല, പ്രഗ്നൻറ്റ് വിമൻ അവർക്ക് 21,000 ഉറുപ്പിക വെച്ച് കൊടുക്കും. പിന്നെ ഓൾഡ് ഏജ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ വിഡോ പെൻഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പഴയ ഗ്രാൻഡ് മദേഴ്സിനെ ഒന്നും ആരും നോക്കാനില്ലാത്തവരൊക്കെ
ഈ വിഡോ പെൻഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇനി ഗ്രാൻഡ് മദർമാർക്കൊക്കെ, സാധാരണ ഗ്രാൻഡ് മദർമാരൊക്കെ വിഡോസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഡിമാൻഡ് കൂടും. ഞങ്ങളുടെ ഗ്രാൻഡ് മദറാണെന്നും പറഞ്ഞ് എല്ലാവരും പിടിച്ച് വലിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അവർ ഇപ്പോൾ ഈ ഷാലിമാർ ബാഗ് കൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും വിജയിച്ചു വന്നു. പിന്നെ ഇത് ആദ്യമായിട്ടുള്ള അവരുടെ അസംബ്ലി വിക്ടറിയാണ്. ഇതിന് മുമ്പ് അസംബ്ലിയിലേക്ക് 2 പ്രാവശ്യം മത്സരിച്ച് തോറ്റിട്ടുള്ള ആളാണ്. പിന്നെ ഇപ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പൊളിറ്റിക്കൽ ജേണി സ്റ്റാർട്ട് ചെയ്തത് ABVP-യിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഹരിയാന സ്വദേശിയായിരുന്നു. 2ാം വയസ്സിലാണ് അച്ഛന് ജോലി കിട്ടിയിട്ട് ഡൽഹിയിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇവർക്ക് സ്കൂൾ കോളേജ് തലം മുതൽ തന്നെ ABVP രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് അതിൻ്റെ ഒരു ബേസ്, ഒരു അടിത്തറയിട്ട്. മാത്രമല്ല ഇവർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തുടർച്ചയായി നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഒരു മേയറായിട്ട് നിന്നപ്പോഴാണ് ഒരു തവണ പരാജയപ്പെട്ടത്, നിയമസഭയിലും പരാജയപ്പെട്ടു. പക്ഷേ ഇവരിങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്നു വന്നപ്പോൾ യുവമോർച്ചയിലേക്ക് അല്ലെ വനിതാ മഹിളാ മോർച്ചയിലേക്ക് ഇതിലൊക്കെ ഘട്ടം ഘട്ടമായി വന്നു. മാത്രമല്ല സുഷമ സ്വരാജിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ലീഡറാണ്. അപ്പോൾ സുഷമ സ്വരാജിൻ്റെ ഒരു ശിക്ഷയാണെന്ന് പറയാം. അപ്പോൾ അവർ കൃത്യമായിട്ട് പൊളിറ്റിക്സിൻ്റെ ഓരോ ഘട്ടം കടന്നു വന്നുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇവരെ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിൽ തുടക്കത്തിൽ ഇവർക്ക് കിട്ടിയ വലിയൊരു നേട്ടം ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട്. എന്തെന്നാണ് DUSU, ഡൂസു എന്നൊക്കെ പറയും. അതിൽ 1996-97 അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഈ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ. എന്തായാലും ഈ ഇലക്ഷന് മുമ്പ് BJP ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ് അവിടെ പ്രസൻറ്റ് ചെയ്തിരുന്നില്ല. ആരാണ് മുഖ്യമന്ത്രിയാകാൻ പോണെന്നുള്ളത്. ആപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിരുന്നു, കെജ്രിവാൾ തന്നെയായിരുന്നു. പക്ഷെ അതേപോലെ ഒരു ഫേസ് ഇവർക്ക് പ്രസന്റ് ചെയ്യാനില്ലായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ച് കെജ്രിവാളിനെ തോപ്പിച്ചുകൊണ്ട് ഈ പർവേസ് വരുമെന്നുള്ളതിനെ പ്രതീക്ഷിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന് അമിത്ഷായോട്ടൊക്കെ അടുപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം വരുമെന്ന് തന്നെ. പക്ഷേ ഈ ഒടുവിൽ തീരുമാനം വന്നപ്പോൾ പർവേസ് വർമ്മ തന്നെയാണ് ഈ രേഖാ ഗുപ്തയുടെ പേര് പറയുന്നത്. അത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. അത് ദേശീയ നേതൃത്വം എന്ത് തീരുമാനിക്കുന്നോ അത് ആരാകുമെന്ന് പ്രതീക്ഷ അവരെ കൊണ്ട് തന്നെ പറയുന്നു ഇതായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി. അതൊരു നല്ല തീരുമാനമല്ലേ? അതെ, തീർച്ചയായിട്ടും അത് BJPക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ അവിടെ തമ്മിലടിയാണ്. പക്ഷേ ഈ CM ഫേസ് ഇല്ലായിരുന്നെങ്കിലും അവർക്ക് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു, മോഡി. അവിടെ മോഡിയുടെ ഒരു ഇത് ശരിക്കും മോഡിയുടെ ഒരു നേട്ടമാണ്, കഴിവാണ്. അപ്പോൾ മോഡിയെ മാത്രമേ ഇലക്ഷന് മുമ്പ് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല സാറേ, മോഡിക്ക് അപ്പുറത്തേക്ക് ഈ ഡൽഹി ഇലക്ഷന് മുഴുവൻ ക്യാമ്പിന്റെ ചുമതല ഇത്തവണ യോഗി ആദിത്യനായിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ് ശരിക്കും. അതായത് മോദിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ അടുത്ത തലമുറ വേണമല്ലോ. അപ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണ് യോഗി വരട്ടെ. അപ്പോൾ മോദി പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ റാലികളിലും യോഗങ്ങളിലും ഒക്കെ യോഗിയാണ് പങ്കെടുത്തത്. അപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് ഇനി കോൺഗ്രസ് വേണ്ട, ആപ്പ് വേണ്ട, ഇവരൊക്കെ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. BJP തന്നെയാണ് കുറച്ചുകൂടെ ഭേദം. അപ്പോൾ ഡൽഹിയിൽ BJP തന്നെ ഭരണത്തിലെത്തുകയും ദേശീയ നേതൃത്വം, അതായത് കേന്ദ്രം ഭരിക്കുന്ന BJP തന്നെ ആവുകയും ചെയ്താൽ ആ സംസ്ഥാനത്തിന് അല്ലെ ഡൽഹിക്ക് വലിയ നേട്ടം ഉണ്ടാവില്ലേ? അത് തീർച്ചയായിട്ടും. അത് പിന്നെ മോഡി ആപദ എന്ന് വിളിക്കുമായിരുന്നു, അപകടം. ഡൽഹിക്കുള്ള അപകടം ആണ് പറഞ്ഞതെന്നുള്ള പോലെ പറയുമായിരുന്നു. എന്തായാലും 48 സീറ്റ്സും കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ പലരും എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഫാമിലി കണക്ഷൻ. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ചില സമയങ്ങളിൽ ഫാമിലിയുടെ കെയർ ഓഫിൽ കയറിപ്പോരുമല്ലോ. അങ്ങനെ ഏറ്റവും കയറിപ്പോരാൻ സാധ്യത ഉണ്ടായിരുന്ന ആൾ പർവേസ് ഈ സാഹിബ് സിംഗ് വർമ്മയുടെ മകനായിരുന്നു. പക്ഷേ ആ രീതിയിൽ ഈ പ്രാവശ്യം അങ്ങനെ എടുത്തു വെച്ചില്ല. പകരം ഇവരെ ആക്കി. ഷീ സ്ട്രഗിൾഡ് എ ലോട്ട് ആൻഡ് ഒരു നാച്ചുറൽ ലീഡറാണ്. ആൻഡ് ഷീ എവോൾവ്ഡ് ഓൺ ഹെർ ഓൺ. സ്വന്തം കഴിവുകൊണ്ട് വളർന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി വന്നിരിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം, ഡൽഹിക്ക് ആവശ്യം, BJPക്ക് ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യം എന്ന് ഒന്നുകൂടി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവർ ചീഫ് മിനിസ്റ്റർ ആക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് ഈ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പ്രൊജക്റ്റ് ചെയ്തിരുന്ന ഈ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ, അദ്ദേഹത്തിന് വേറെ ഒബ്ജക്ഷനൊന്നും പറയാൻ ഇനി ഒരു അവസരം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം തന്നെയാണ് പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് അവർ ആ കാര്യം BJP ചെയ്തു. ഈ അന്തരിച്ച സുഷമ സ്വരാജ് ആയിരുന്നു BJPയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ഡൽഹിയിലെ. സ്വാഭാവികമായിട്ടും സുഷമ സ്വരാജിന് ഇഷ്ടമുള്ള അല്ലെ സുഷമയെ ഒരു നേതാവായിട്ട് കണ്ട് അങ്ങനെ റോൾ മോഡലായിട്ടൊക്കെ വളർന്നു വന്ന ആളാണ് രേഖാ ഗുപ്ത. അതുകൊണ്ട് തന്നെ ഈ സുഷമയ്ക്കുണ്ടായ ഒരു പേര് നിലനിർത്തുക രേഖാ ഗുപ്തയുടെ ഉത്തരവാദിത്വം കൂടിയാവും. സ്വാഭാവികമായിട്ടും 4 നൂറ്റാണ്ടിന് ശേഷം BJP ഭരണത്തിലേക്ക് എത്തുകയും അവിടുത്തെ ജനങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൂടെ നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് ഈ രേഖാ ഗുപ്ത. മാത്രമല്ല ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് അവർ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2 തവണ തോറ്റല്ലോ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കുന്നു. മാത്രമല്ല ഡൽഹി രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അവിടെ ഒരു മുഖ്യമന്ത്രി ചെയ്യുന്ന എന്ത് കാര്യവും പ്രൊജക്റ്റ് ചെയ്യപ്പെടും. അത് നെഗറ്റീവ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഇവർ പാർട്ടിയിൽ പിന്തള്ളപ്പെടാനുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭാരിച്ച ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെങ്കിൽ അവർ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും. കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ പ്രാവശ്യം വിമൻ, അവരുടെ കോൺസെൻട്രേഷൻ ഓൺ വിമൻ ആയിരുന്നു. ഈ കെജ്രിവാള് വിമൻ അല്ലെങ്കിൽ സ്ത്രീകളെ കയ്യിലെടുത്തിട്ടാണ് കാര്യങ്ങൾ അത്രയൊക്കെ ചെയ്തിരുന്നത്. ഒരുപാട് ഫ്രീ ബീസ് കൊടുക്കുമായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് വിമൻ എന്ന് പറയുന്നത് ദാറ്റ് വാസ് ദി കീ എലമെൻറ്റ് ഇൻ ദെയർ പോൾ സ്ട്രാറ്റജി BJP. അതുകൊണ്ടുകൂടിയാണ് ഈ വനിതയെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വനിതകൾക്ക് പലതും പ്രതീക്ഷിക്കാനുണ്ട്. അതായത് എലിജിബിൾ വിമൻ ഗെറ്റ് 2,500 rupees per month, പ്രഗ്നൻറ്റ് വിമൻ ഗെറ്റ് 21,000 per month, പിന്നെ ഓൾഡ് ഏജ് അസിസ്റ്റൻസ്, പിന്നെ വിഡോസിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ സ്ത്രീകളെ ശരിക്കും കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡൽഹിക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഭരണം കാഴ്ചവെക്കാൻ ഈ രേഖാ ഗുപ്തയ്ക്ക് കഴിയുമെന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. BJP ദേശീയ നേതൃത്വം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷകൾക്കൊത്ത് ഉയരുമോ എന്നുള്ളത് സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് ഭരണം അങ്ങോട്ട് തുടങ്ങട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അങ്ങനെ ഡൽഹിയിൽ തുടർച്ചയായിട്ട് വനിതാ ശക്തിയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.